ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ ഭാരതത്തിൻ്റെ പങ്ക് ബംഗ്ലാദേശ് ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗ്ലാദേശ് ദേശീയ ദിനത്തോട് അനുബന്ധിച്ച് മുഹമ്മദ് യൂനുസിന് അയച്ച ആശംസാ കത്തിലാണ് പ്രധാനമന്ത്രി ഈ ചരിത്രം ഓർമ്മപ്പെടുത്തിയത്. വിമോചന സമരകാലത്തെ ആവേശമാണ് ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധത്തിൽ മാർഗദീപം. സമാധാനവും സുസ്ഥിരതയും അഭിവൃദ്ധിയും ലക്ഷ്യമിട്ടുള്ള പങ്കാളിത്തത്തിന് ഭാരതം ഇപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ബംഗ്ലാദേശിനെ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂടുതൽ വിവരങ്ങൾ. വിനോദ, കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു. 1971 വിമോചന യുദ്ധത്തെ തുടർന്ന് ബംഗ്ലാദേശ് പിറവിയെടുക്കുന്നത് ഈ ദിവസത്തിലാണ്. ഈ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനിസിന് ഒരു കത്തയച്ചത്. ഈ കത്തിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും 1971 ആ യുദ്ധത്തിൽ എങ്ങനെയാണ് ഭാരതത്തിൻ്റെ സൈന്യം ഇടപെട്ടത്, ഒപ്പം ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ആ നാട്ടിലെ ജനങ്ങൾക്ക് എങ്ങനെ ഭാരതത്തിൻ്റെ സൈന്യം സഹായങ്ങൾ എത്തിച്ചു, ഒപ്പം യുദ്ധത്തിൽ ഇന്ത്യ എങ്ങനെയൊക്കെ പങ്കാളിയായി, ഇക്കാര്യം ബംഗ്ലാദേശിൻ്റെ പുതിയ ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയച്ചത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമുക്കറിയാം. അടുത്തിടെ അധികാരത്തിലേറിയ ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭരണകൂടം യഥാർത്ഥ ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ ചിത്രങ്ങളും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഭാരതത്തിൻ്റെ സൈന്യം നടത്തിയ ഇടപെടലുകളെപ്പറ്റി വിവരം വ്യക്തമാക്കുന്ന ചിത്രങ്ങളുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയ ചരിത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശിൻ്റെ ഭരണകൂടത്തെ ഒരിക്കൽ കൂടി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് 1971 നടന്നത് എന്നതിനെപ്പറ്റി ഓർമ്മപ്പെടുത്തിയത്. അന്നത്തെ ആ വിമോചന യുദ്ധത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ രൂപപ്പെട്ട ആ ബന്ധമാണ് ഇപ്പോഴുമുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ അടിത്തറയെന്നും ഭാവിയിലും മുന്നോട്ട് പോകുവാൻ കരുത്ത് നൽകുന്നത് അന്നത്തെ ആ ഒരു യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നടത്തിയിട്ടുള്ള സഹനങ്ങൾ അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങൾ, അതൊക്കെയാണ് പ്രധാനമന്ത്രി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചത്. വിനോദ്, ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൽ അവരെ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം അയച്ച ആശംസാ കത്തിൽ അത്തരം വിവരങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.